വായന ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റ്, വായന ഇല്ലാത്ത ഒരു മാധ്യമപ്രവർത്തകൻ, വായന ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ, വായന ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് വട്ടപൂജ്യമാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ വർഷങ്ങളായിട്ട് SSFൻ്റെ സാഹിത്യോത്സവങ്ങളുടെ ഗസ്റ്റായിട്ട് ഒരുപാട് മുന്നിക്ക് പോകാറുണ്ട്. അവിടെ ആ വേദിയിൽ എനിക്കറിയാം ഇക്ര എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു വലിയ ദൈവിക പുസ്തകത്തിന് പിൻപറ്റുന്ന ഒന്നാണല്ലോ സാഹിത്യോത്സവം. അവിടെ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ കഴിയാത്ത ഒരാളെങ്ങനെയാണ് അവിടെ വന്നിരിക്കുക? അതിനെപ്പറ്റി അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാത്ത ഒരാളെങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുക? ഇപ്പോൾ എൻ്റെ വീടിന് ഞാൻ ആദ്യം ഒരു വീട് വെക്കുന്ന സമയത്ത് വീടിനെ തറപ്പണി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അതിന് ജമ്മിലൂണി എന്ന് പേരിട്ടൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എല്ലാവരും കൂടി എന്താപ്പം എൻ്റെ കഥ, അതിന് വേണ്ടിയിട്ട് പോർഷൻ തയ്യാറായി മാർബിളിനെയും കൊത്തിയെടുത്തിട്ട് പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ വീട് അഭയമാണ്. നമുക്കറിയാം ചെതറിയുടെ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയിലേക്ക് അഭയം കണ്ടെത്തുന്നതാണ് ജമ്മിലൂണി. പുതപ്പിക്കൂ തണുക്കുന്നുണ്ട് എന്ന് എത്ര പറഞ്ഞാലും ശരിയാവില്ല. ഇതൊന്ന് ചേർത്ത് പിടിക്കൂ, അത് എങ്ങനെ പറഞ്ഞു തന്നാലും മനസ്സിലാവില്ല. ഡെപ്തിലി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എല്ലായിടത്തും പറയാറുണ്ട്, ഒരു പുസ്തകം അക്ഷരങ്ങളെ ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്, ഹൃദയം കൊണ്ടാണ് വായിക്കേണ്ടത്. തലച്ചോറ് കൊണ്ട് വായിച്ചാൽ ശരിയാവില്ല. അക്ഷരങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് വായിക്കുക, അത് അക്ഷരങ്ങളെ ഹൃദയം കൊണ്ടാണ് പുസ്തകം വായിക്കേണ്ടത്, എന്നാലേ അതിൻ്റെ ഡെപ്തിലേക്ക് എത്തുള്ളൂ. ഖുറാന് എന്നെ സംഭവിച്ചിട്ടുള്ളൂ ഞാൻ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് എൻ്റെ എന്തായിരിക്കും അതിൻ്റെ അകത്ത് എന്ന് അറിയാനുള്ള ജിജ്ഞാസ, ക്യൂരിയോസിൻ്റെ പുറത്താണ് വായന തുടങ്ങിയത്. എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ മലയാളം പരിഭാഷകളെ, അതിൻ്റെ കാര്യങ്ങളെ ഇങ്ങനെയൊക്കെ കൊണ്ടുതരാൻ തുടങ്ങി. അപ്പോൾ അതിലടങ്ങിയ ക്യൂരിയോസിറ്റിയാണ് എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തിയത്. ക്യൂരിയോസിറ്റികൾ ഒരു പുസ്തകത്തിന് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് എത്തുന്ന സമയത്ത് എന്നെ കൺവേർട്ടാക്കുന്നത് അതങ്ങനെ സംഭവമുണ്ട്. ഒരു പേജ് മറ്റൊരു മനുഷ്യനെ കൺവേർട്ടാക്കുന്ന, ചിന്തിച്ച് മനുഷ്യനെ ഇടങ്ങേറാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ എന്നെ ആകർഷിച്ചുകൊണ്ടായിരിക്കണം അത്ര ഡീപ്പിലായി വായിക്കാൻ തുടങ്ങി. അതുകൊണ്ടായിരിക്കണം അത്ര സാഹിത്യോത്സവത്തിൻ്റെ ഒക്കെ പ്രധാന ഭാഗമായത്, ഭാഗമാകാൻ കഴിഞ്ഞത്. വായന എന്നുള്ളത് ഐ തിങ്ക് ഞാൻ എൻ്റെ മക്കളെടുത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് പഠിക്കണമെന്നോ വായിക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നേരെ വായിക്കൂ എന്നുള്ളതാണ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ഒരു പുസ്തകം നമുക്ക് വേറെ ഇല്ല എന്നുള്ള സത്യം. വായിക്കൂ. അതായത് ജെൻഡർ ഈക്വാലിറ്റി അതിനും മനോഹരമായിട്ട് പറഞ്ഞു വെക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.